വീണ്ടും വാർത്തകളിൽ നിറയുന്നു തൊപ്പി യൂട്യൂബർ തൊപ്പിക്കെതിരായിട്ടുള്ള പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുകയാണ്. കഞ്ചാവ് അടക്കം സൂക്ഷിച്ചതിന്റെ ദൃശ്യങ്ങൾ സംഘം തന്നെ പ്രചരിപ്പിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ സംഭവം അന്വേഷിച്ച് ഉടൻ നടപടിയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കണമെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും രമേശ് ചെന്നിത്തല ആഹ്വാനം ചെയ്തു. പലരും ഇപ്പോൾ ലഹരി ഉപേക്ഷിച്ച് വരുന്നുണ്ടെന്നും അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. പോക്സോ ലഹരി ആരോപണങ്ങളിൽ അഭിഭാഷകൻ പരാതി നൽകിയതിന് പിന്നാലെ തൊപ്പിക്കും കൂട്ടർക്കുമെതിരെ DGP അന്വേഷണ ഉത്തരവിട്ടിരുന്നു. പോക്സോ കേസുകൾ നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചാരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളിലാണ് നിഹാദ് എന്നറിയപ്പെടുന്ന, അതിനേക്കാൾ കൂടുതലായി തൊപ്പി എന്നറിയപ്പെടുന്ന ഈ വ്യക്തിക്കെതിരെ ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കുമെതിരെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തമിഴ്നാട് കന്യാകുമാരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുതുക്കോട്ട സ്വദേശി രവിക്കാണ് പരിക്കേറ്റത്. കന്യാകുമാരി ജില്ലയിലെ കീരിപ്പാറയിലാണ് ആക്രമണം. കീരിപ്പാറ എസ്റ്റേറ്റിൽ ഗ്രാമ്പൂ പറിക്കാൻ എത്തിയതായിരുന്നു രവി എന്ന തൊഴിലാളി. ഷെഡിൽ രവി വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒറ്റയാൻ വന്നു ആക്രമിച്ചു. രവിയുടെ വയറ്റിലാണ് കുത്തേറ്റത്. ഉടൻ തന്നെ സഹപ്രവർത്തകർ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോഴും രവി ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന അതിർത്തി പ്രദേശത്ത് കഴിഞ്ഞ 3-ാം തീയതി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അന്നത്തെ ആക്രമണത്തിൽ കാഞ്ഞിരമാർ സ്വദേശി രാജേഷ് എന്ന വ്യക്തി കൊല്ലപ്പെട്ടിരുന്നു. ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനോട് ഗൺമാന്മാർ പൂർണ്ണമായും സഹകരിച്ചു. അക്രമത്തിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് SIT ചോദ്യം ചെയ്യൽ നടത്തിയത്. ഇന്നലെ പ്രതികളെ വെവ്വേറെ ഇരുത്തി ചോദ്യം ചെയ്തിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം തലവൻ AP ഷൗക്കത്ത് അലി, അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു K പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. ഇന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും കോടതിയുടെ നിർദ്ദേശപ്രകാരം മുൻകൂർ ജാമ്യമുള്ളതിനാൽ 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 ആൾ ജാമ്യത്തിലും ഇവരെ വിട്ടയക്കേണ്ടി വരും.